പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ മദ്യം നൽകി പീഡിപ്പിച്ച കേസിൽ അമ്മയ്ക്കും രണ്ടാനച്ഛനും 180 വർഷം കഠിന തടവ് ശിക്ഷ. തിരുവനന്തപുരം സ്വദേശിയായ യുവതിയെയും പാലക്കാട് സ്വദേശിയായ യുവാവിനെയുമാണ് മഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് കോടതി ശിക്ഷിച്ചത്. 2019 കേസിനാസ്പദമായ സംഭവം. 2019 മുതൽ 2021 വരെയും 2 വർഷം കുട്ടി തുടർച്ചയായ പീഡനത്തിന് ഇരയായെന്നാണ് അന്വേഷണത്തിൽ തെളിഞ്ഞത്. ഈ കേസിലെ വിക്ടിമായ കുട്ടിയും കുടുംബവും തിരുവനന്തപുരം ജില്ലയിലാണ് താമസിച്ചു വന്നിരുന്നത്. അവിടെ താമസിച്ചു വരുമ്പോൾ കുട്ടിയുടെ അമ്മ കാമുകനുമായി ഫോണിൽ പരിചയപ്പെട്ട് 2019 ഒരു ദിവസം ഈ കുട്ടിയുമായി ഭർത്താവിനെ ഉപേക്ഷിച്ച് കാമുകൻ്റെ കൂടെ ഒളിച്ചോടുകയാണ് ഉണ്ടായത്. അങ്ങനെ ഒളിച്ചോടിയ ശേഷം പാലക്കാട് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലും അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിലെ 2 വാടക വീടുകളിലും 2019 മുതൽ 2021 വരെ കാലഘട്ടത്തിൽ ഇവർ താമസിച്ചു വന്നു. ഈ താമസിച്ചു വന്നിരുന്ന കാലഘട്ടത്തിൽ ഈ ഒന്നാം പ്രതി രണ്ടാം പ്രതിയായ അമ്മയുടെ സഹായത്തോടുകൂടി ഈ കുട്ടിയെ പലതവണ വീട്ടിൽ വെച്ച് ബലാത്സംഗത്തിനും ലൈംഗിക പീഡനങ്ങൾക്കും വിധേയമാക്കുകയാണ് ഉണ്ടായത്. പെറ്റമ്മയായ ഈ രണ്ടാം പ്രതി ഈ കുട്ടിയെ ബെഡ്റൂമിലേക്ക് വിളിച്ചു വരുത്തി കുട്ടിക്ക് ബീറ് കൊടുക്കുകയും കുട്ടിക്ക് പോൺ വീഡിയോസ് മൊബൈലിൽ കാണിച്ചു കൊടുക്കുകയും കുട്ടിയുടെ സാന്നിധ്യത്തിൽ ഈ പ്രതികൾ അമ്മയും കാമുകനും ചേർന്ന് സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കുട്ടിയെ ഒന്നാം പ്രതിക്ക് കാമുകനായ ഒന്നാം പ്രതിക്ക് ബലാത്സംഗം ചെയ്തതിന് വേണ്ടിയുള്ള ഡയറക്റ്റ് സഹായം ചെയ്തു കൊടുക്കുകയും ഈ കുട്ടിയെ ഓറൽ സെക്സിന് വരെ ഈ ഒന്നാം പ്രതി വിധേയമാക്കുന്നത് അമ്മയുടെ സഹായത്തോടു കൂടിയാണ്. ഈ കുട്ടി അമ്മയോട് പരാതി പറയുന്ന സമയത്ത് പോലും അവർ ഈ കുട്ടിയുടെ ഭാവി വിവാഹ ജീവിതത്തിന് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ആവശ്യമാണ് എന്ന് പറഞ്ഞ് കുട്ടിയെ സമാധാനിപ്പിക്കുകയാണ് അമ്മ ചെയ്യുന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചു, നഗ്നത പ്രദർശിപ്പിച്ചു, മദ്യം നൽകി പീഡിപ്പിച്ചു, ഭീഷണിപ്പെടുത്തി തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ തെളിഞ്ഞിരിക്കുന്നത്. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് CB അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, ഏറെ ഞെട്ടിപ്പിക്കുന്നൊരു സംഭവമാണ്. പ്രത്യേകിച്ച് ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ അമ്മയുടെ ഒത്താശയോടുകൂടി രണ്ടാനച്ഛൻ പീഡിപ്പിച്ച സംഭവം മാതൃകാപരമായ ശിക്ഷയാണ്. 180 വർഷം കഠിന തടവ്. എന്താണ് കോടതിയുടെ ശിക്ഷാവിധിയിൽ പറയുന്നത്? അതിക്രൂരമായ പീഡനമാണ് ഈ കുട്ടി 2 വർഷം അനുഭവിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമാണ്. അദ്ദേഹത്തിന്റെ അഭിഭാഷകന്റെ വാക്കുകളിൽ തന്നെ അത് കൃത്യമായി പറയുന്നു. 2 വർഷം ഈ കുട്ടി ഈ രണ്ടാനച്ഛന്റെയും അമ്മയുടെയും കൂടെ അതിക്രൂരമായ വിധത്തിലാണ് പീഡനങ്ങൾക്കിരയായത്. 2019 മുതൽ 2021 വരെയായിരുന്നു ഈ ഒരു കാലയളവ് ഉണ്ടായത്. ഇതിലേക്ക് നയിച്ച ഈ സംഭവം പുറത്തറിയാനുണ്ടായ കാരണം കൂടി ഇപ്രകാരമാണ്. ഈ തിരുവനന്തപുരം സ്വദേശിയായ പെൺകുട്ടി ഭർത്താവിനെ ഉപേക്ഷിച്ച് പാലക്കാടുകാരനായ യുവാവിനെ കൂടെ ഒളിച്ചോടുകയായിരുന്നു. അങ്ങനെ ഈ കുട്ടിയുടെ സർട്ടിഫിക്കറ്റും ഒക്കെ തന്നെ തിരുവനന്തപുരത്തെ വീട്ടിലായിരുന്നു, ഭർത്താവിന്റെ വീട്ടിലായിരുന്നു. അത് ആവശ്യപ്പെട്ട് മലപ്പുറം പോലീസിൽ ഈ യുവതി പരാതി നൽകുകയും അങ്ങനെ മലപ്പുറം പോലീസില് ഈ ഭർത്താവിന്റെ പിതാവ് എത്തി ഈ സർട്ടിഫിക്കറ്റ് നൽകുകയും തങ്ങളുടെ പേരക്കുട്ടിയെ കാണണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ പേരക്കുട്ടിയെ കാണണമെന്ന് ആവശ്യപ്പെട്ട് ഇവർ പേരക്കുട്ടിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അയൽവാസികളൊക്കെയാണ് ഈ കുട്ടി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, ഒരുപാട് പീഡനങ്ങൾ കുട്ടിക്ക് ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട് എന്ന് പറയുകയും തുടർന്ന് ഈ ഭർത്താവിന്റെ അച്ഛൻ, ഈ കുട്ടിയുടെ മുത്തശ്ശൻ ഈ കാര്യങ്ങൾ പോലീസിൽ അറിയിക്കുകയും ചൈൽഡിനെ അറിയിക്കുകയും അങ്ങനെ ആ കുട്ടിയെ മലപ്പുറം സ്നേഹിതയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ആ സ്നേഹിതയിൽ വെച്ചാണ് ഈ കുട്ടി തനിക്ക് അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളുടെ കാര്യങ്ങൾ മുഴുവൻ പുറത്തു പറയുന്നത്. ഈ കുട്ടിയെ ഈ രണ്ടാനച്ഛനും അമ്മയും പേടിപ്പിച്ചിരുന്നത് കുട്ടിയുടെ തലയിൽ ഒരു CCTV ക്യാമറ വെച്ചിട്ടുണ്ടെന്നും കുട്ടി ആരോട് എന്ത് പറഞ്ഞാലും അവരറിയുമെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ഈ കാര്യങ്ങളൊന്നും പുറത്തു പറയാതിരിക്കാൻ പേടിപ്പിച്ചിരുന്നത്. അപ്പോൾ ഈ കുട്ടി സ്നേഹിതയിലെ തന്നെ കൗൺസിലിംഗ് ചെയ്യാൻ വന്നവരോട് ചോദിക്കുക, തലയിൽ അങ്ങനെ CCTV ക്യാമറ വെക്കാൻ പറ്റുമോ എന്ന സംശയം ചോദിച്ചപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ പുറത്തു പറയുന്നത്. അത്യധികം ക്രൂരമായ പീഡനത്തിനാണ് ഈ കുട്ടി ഇരയായിട്ടുള്ളത്. ഇതിനൊക്കെ കൂട്ടുനിന്നത് അമ്മയാണ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം. ഒരു ചെറിയ പെൺകുട്ടിക്ക് ചെറുപ്രായത്തിൽ ഇത്രയും അതിക്രൂരമായ ലൈംഗിക പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന സാഹചര്യം കോടതിയെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവമായിട്ടാണ് കോടതി ശിക്ഷാവിധിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സാധ്യമായ എല്ലാ വകുപ്പുകളും ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. പോക്സോ, ബലാത്സംഗം, സംരക്ഷണ ബാധ്യതയുള്ളവർ പീഡിപ്പിക്കൽ, തുടർച്ചയായ ലൈംഗിക പീഡനം, നഗ്ന വീഡിയോകൾ കാണിച്ച് മദ്യം നൽകി പീഡിപ്പിക്കൽ, ഭീഷണി തുടങ്ങി വിവിധ വകുപ്പുകളിൽ
കുറ്റം ചുമത്തിയിരുന്നു. ഇതിലെല്ലാം തന്നെ ഈ ചുമത്തിയ കുറ്റങ്ങൾ തെളിയിക്കുകയും ചെയ്തു. അങ്ങനെയാണ് 180 വർഷം എല്ലാ വകുപ്പുകളും കൂടി ചേർത്ത് ഈ 2 പ്രതികൾക്കും ചേർന്ന് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ടോം. തീർച്ചയായും. പക്ഷേ ഇവിടെ ഏറെ നമുക്ക് മാതൃകാപരമായ ശിക്ഷയെന്ന് തോന്നിയത് അനുമോദ്, സാധാരണഗതിയിൽ ഈ രണ്ടാനച്ഛൻ അമ്മയുടെ അറിവോട് കൂടി പീഡിപ്പിക്കുന്ന കേസുകളിൽ ഈ നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത വ്യക്തി, അതായത് പീഡിപ്പിച്ച വ്യക്തിക്ക് ഒരു അങ്ങേയറ്റം ഏറ്റവും കൂടിയ ശിക്ഷ നൽകും, ഒത്താശ നൽകിയ അമ്മയ്ക്ക് ചെറിയ ശിക്ഷ. ഇതാണ് സാധാരണ കണ്ടുവരാറുള്ളത്. പക്ഷേ ഇവിടെ 1-ാം പ്രതിക്കും 2-ാം പ്രതിക്കും അമ്മയ്ക്കും ഈ രണ്ടാനച്ഛനും തുല്യമായ ശിക്ഷ നൽകിയിരിക്കുന്നു. അതായത് അമ്മയ്ക്ക് ഈ കേസിൽ നേരിട്ട് പങ്കുണ്ട്, അമ്മയുടെ ഒത്താശയടക്കം അമ്മയുടെ അറിവോട് കൂടിയാണ്, അല്ലെങ്കിൽ അമ്മ ഈ പീഡിപ്പിക്കാൻ വേണ്ടി ഒത്താശ നൽകി. ഇക്കാര്യങ്ങളൊക്കെ കൃത്യമായും കണ്ടെത്താൻ കഴിഞ്ഞതാണോ ഈ 2 പേർക്കും ഇത്രയധികം ഈ 180 വർഷം തടവ് ശിക്ഷ വിധിക്കാൻ കാരണമായത്? ടോം, അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ കുട്ടിയുടെ മൊഴിയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഈ കുട്ടി ചൈൽഡ് ലൈന് നൽകിയ, അതായത് തന്നെ കൗൺസിലിംഗ് ചെയ്തവർക്ക് നൽകിയ മൊഴിയിൽ ഈ കുട്ടി എല്ലാം പറയുന്നുണ്ട്. തന്നെ എന്തെല്ലാം ചെയ്തു, അതിന് അമ്മ എന്ത് പറഞ്ഞു, അമ്മയുടെ സഹായം എങ്ങനെ ഉണ്ടായി, അമ്മയാണ് ഇതിനെല്ലാം തന്നെ കൂട്ടുന്നത് തുടങ്ങി ഈ കുട്ടിക്ക് അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങളും പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ ഈ കുട്ടി തുറന്നു പറഞ്ഞു. അതാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായത്. അപ്പോൾ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയും കേസിൽ നിർണായകമാവുകയും ചെയ്തു. മാത്രമല്ല, ഈ കുട്ടിയുടെ അമ്മയുടെ പിന്തുണയില്ലാതെ 2-ാം പ്രതിക്ക്, ഈ രണ്ടാനച്ഛൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇതൊന്നും ചെയ്യാനും കഴിയില്ല എന്ന് കോടതിയുടെ മുമ്പിൽ തെളിയിക്കുവാനും സാധിച്ചു. കാരണം അത്രമാത്രം വലിയ ഈ ഒരു കുറ്റകൃത്യത്തിന് വലിയ പിന്തുണ ഈ അമ്മ നൽകി. അവരുടെ സഹായമില്ലാതെ ഒരിക്കലും ഈ കുറ്റകൃത്യം നടക്കില്ല എന്ന കാര്യം കോടതിക്ക് മുമ്പിൽ പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിഞ്ഞതാണ് ഇതിൽ 2 പേർക്കും ഒരേപോലെ തന്നെ ശിക്ഷ വിധിക്കാനുള്ള ഒരു കാരണം. തീർച്ചയായിട്ടും ഇതിൽ സംരക്ഷിക്കേണ്ടവർ തന്നെ ഈ കുട്ടിയെ ഇത്തരത്തിൽ ഉപദ്രവിക്കുന്നു എന്നുള്ളത് അതീവ ദുഃഖകരമായ കാര്യം. അത് കോടതിക്ക് മുമ്പിൽ സംരക്ഷിക്കാൻ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട, ഏറ്റവും ബാധ്യതയുള്ള കുട്ടിയുടെ അമ്മ തന്നെ ഇതിന് കൂട്ടുനിന്നു, ഇതിന് സഹായം നൽകി എന്നുള്ള കാര്യം കോടതിക്ക് മുമ്പിൽ തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ 11,75,000 രൂപയാണ് വിവിധ വകുപ്പുകളിലായിട്ട് ഈ പിഴ അടയ്ക്കേണ്ടതായിട്ടുള്ളത്. അത്തരത്തിൽ മാതൃകാപരമായിട്ടുള്ള സമീപകാലത്തെല്ലാം നമ്മൾ കണ്ട കോടതി വിധികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായത് ഈ 2 പേർക്കും ഒരേ വകുപ്പിൽ ഒരേ പ്രാധാന്യത്തോടെ ശിക്ഷ നൽകി എന്നുള്ളതാണ്. അതും മാതൃകാപരമായി മറ്റാർക്കും ഈ ഇത്തരത്തിലൊരു കൃത്യം ചെയ്യാൻ തോന്നിക്കാത്ത വിധത്തിൽ മാതൃകാപരമായ ഒരു ശിക്ഷ തന്നെയാണ് കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. ടോം. യെസ്, വ്യക്തമാണ്. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്.